ഇറാൻ ഹാഡ് അതർ പ്ലാൻസ്. എസ്കലേഷൻ ഇസ് എ പ്ലാൻ. ഇതൊരു മിലിറ്ററി സ്ട്രാറ്റജിയാണ്. ഇറാന് നിലനിൽക്കണമെങ്കിൽ ഒരു ബാലൻസ് ഇല്ല. ഇതൊരു എസിമെട്രിക്കൽ വാർഫെയർ ആണ്. ദ ഫയർ പവർ അല്ലെങ്കിൽ ആകാശങ്ങൾ പൂർണ്ണമായി ഡോമിനേറ്റ് ചെയ്യുന്നത് അമേരിക്കയും ഇസ്രയേലുമാണ്. അവിടെ ഒരു ഏറിയൽ പ്രതിരോധം ഇറാൻ്റെ വളരെ ദുർബലമാണ്. ഇത് ഇറാൻ നേരത്തെ അറിയാം. അതുകൊണ്ടാണ് മറ്റൊരു പ്ലാനിലേക്ക് നീങ്ങുന്നു. ഉന്നത നേതൃത്വം വധിക്കപ്പെടുമെന്നറിയാം. അങ്ങനെയെങ്കിൽ മറ്റൊരു നേതൃത്വം വളരെ പെട്ടെന്ന് ചുമതല ഏറ്റെടുക്കത്തക്ക രീതിയിൽ വരുന്നു. അതുമാത്രമല്ല, സെൻട്രൽ കമാൻഡ് സിസ്റ്റം നഷ്ടപ്പെടുമെന്നറിയാം. അതുകൊണ്ട് ഡീസെൻട്രലൈസ്ഡ് ഒരു കമാൻഡ് സിസ്റ്റം ഇറാൻ ഡെവലപ്പ് ചെയ്യുക. അതെങ്ങനെയാണെന്നാണ് ഞാൻ ചോദിക്കുന്നത്. കാരണം ഈ കഴിഞ്ഞ 37 വർഷമായിട്ട് അവിടെ ഒരു പ്രസിഡന്റ് ഉണ്ട്, ഒരു പാർലമെന്റ് ഉണ്ട്, അതിനൊക്കെ മുകളിലൊരു ഗാർഡിയൻ കൗൺസിലുണ്ട്. ഇതിനെയൊക്കെ നിയമിക്കുകയും നിയന്ത്രിക്കുകയും ചെയ്തിരുന്ന ഈ പറഞ്ഞ കൊല്ലപ്പെട്ട ആയത്തുള്ള ഖമനേയി ഉണ്ട്. ആ തലയാണ് വെട്ടിമുറിക്കപ്പെട്ടത്. അതിനുശേഷം ഇപ്പോൾ തീരുമാനമെടുക്കുന്നത് ആരാണ്? ലോക്കൽ കമാൻഡേഴ്സോ അത്തരം ആൾക്കാരോ ആണ് തീരുമാനമെടുക്കുന്നതാണ് മനസ്സിലാക്കുന്നത്. പിന്നെ എങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റുക? എത്ര ദിവസം നിൽക്കും എന്നാണ് എൻ്റെ ചോദ്യം. ന്യായമായ സംശയമാണ്. ഇറ്റ്സ് എ 2-way സിസ്റ്റം. ഇപ്പോൾ ഇത് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ ഒരു സ്ട്രക്ചർ ഉണ്ടല്ലോ, ഡെമോക്രാറ്റിക് സെൻട്രലിസം എന്ന് പറയും. അതായത് താഴെത്തട്ടിലെ ബ്രാഞ്ച് കമ്മിറ്റികൾ, ഏരിയ കമ്മിറ്റികൾ, ജില്ലാ കമ്മിറ്റികൾ, സംസ്ഥാന കമ്മിറ്റി, അങ്ങനെ കേന്ദ്ര കമ്മിറ്റി, പോളിറ്റ് ബ്യൂറോ, ഇങ്ങനെ പോകും. ജനറൽ സെക്രട്ടറി തിരഞ്ഞെടുക്കും. ഒരിക്കൽ ജനറൽ സെക്രട്ടറി തിരഞ്ഞെടുക്കപ്പെട്ടാൽ താഴേക്ക് അതേ രീതിയിൽ കമ്മ്യൂണിക്കേഷൻ ഉണ്ടാകും. ഓരോ തലത്തിലും കറക്ഷൻ മെഷീനറി. ഇപ്പം ഏകാധിപത്യ രീതികൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുണ്ട്, മറക്കുന്നില്ല. പക്ഷേ സിസ്റ്റം അനുസരിച്ച് അങ്ങനെയാണ്. ഇവിടെ അവരുടെ ഒരു ലെനിനിസ്റ്റ് ടൂളാണ്. അതാണ് അതിൻ്റെ രീതിശാസ്ത്രം. ഡെമോക്രാറ്റിക് സെൻട്രലിസം എന്നാണ് പറയുക. സമാനമായ രീതിയിൽ ഒരിക്കലൊരു അയത്തുള്ള ഒരു ഉന്നത നേതൃത്വം മത ഘടനകളുടെയും രാഷ്ട്രീയ ഘടനകളുടെയും സൈനിക ഘടനകളുടെയും മൊത്തം സംവിധാനത്തിൻ്റെയും തലപ്പത്തെ വൺ മാൻ, അൾട്ടിമേറ്റ് ഡിക്റ്റേറ്റർ എന്ന് വേണമെങ്കിൽ പറയാം. അദ്ദേഹം ഒരിക്കൽ ചുമതല ഏറ്റെടുത്തു കഴിഞ്ഞാൽ പിന്നെ എല്ലാം അദ്ദേഹത്തിൽ നിന്നും വേണം കമാൻഡ് വരേണ്ടത് എന്നതാണ് ഒരു മിഥ്യാധാരണ. അതൊരു വ്യക്തി മാത്രമല്ല, ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ അറേഞ്ച്മെൻറ്റാണ്. അതുകൊണ്ടാണ് ഗാർഡിയൻ കൗൺസിൽ ഉള്ളത്. അതുമാത്രമല്ല, അത് ഗാർഡിയൻ കൗൺസിൽ മൊത്തത്തിലുള്ള തീരുമാനം. ആ തീരുമാനം പ്രഖ്യാപിക്കുന്ന ആളാണ്. വ്യക്തിപരമായ താല്പര്യം മാത്രമല്ല. അയത്തുള്ള അലി ഖംനയി 37 വർഷം, മറ്റൊരു 10 വർഷം ആദ്യത്തെ ഖുമൈനി, അയത്തുള്ള റൂഹുള്ള ഖുമൈനിയുടെ ആദ്യ വർഷങ്ങൾ 1979 മുതൽ 89 വരെയുള്ള ആദ്യ ഖുമൈനി കാലഘട്ടം. അതിനുശേഷം കഴിഞ്ഞ 37 വർഷമായി തുടരുന്ന അയത്തുള്ള അലി ഖംനയി കാലഘട്ടം. ഇത്രയും കാലം 47 വർഷം ഒരു സംവിധാനത്തിൻ്റെ കീഴിൽ പ്രവർത്തിച്ചു. ഈ 47 വർഷവും ഇറാൻ വാസ് എക്സ്പെക്റ്റിംഗ് എ D-Day, ഡൂംസ്ഡേ. ഈ ദിവസം വരും എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇറാൻ ചുറ്റുപാടും സംവിധാനമൊരുക്കിയത്. ഹൂതികളെ യമനിൽ പ്ലാന്റ് ചെയ്തു, നട്ട് നനച്ച് വളർത്തി. അവർ ഷിയ വിഭാഗക്കാരാണ്, പ്രവാചക ഗോത്ര പരമ്പരയിൽപ്പെടുന്ന വിഭാഗമാണ്. ഹിസ്ബുള്ളയെ നട്ട് നനച്ച് വളർത്തി. അത് ഇസ്രായേൽ തൊട്ട് വടക്ക് തെക്കൻ ലെബനനിലുള്ള ശക്തി കേന്ദ്രങ്ങളിൽ നിന്നുകൊണ്ട് ഷിയ മിലിഷ്യ ആയി വലിയ രീതിയിൽ അർത്ഥവും നൽകി, ടെക്നോളജി നൽകി, ആയുധങ്ങൾ നൽകി അവരെ വളർത്തി ഒരു വയബിൾ ഫൈറ്റിംഗ് യൂണിറ്റാക്കി മാറ്റി. അതുപോലെ ഹമാസിനെ സൃഷ്ടിച്ച് വളർത്തിയതിൻ്റെ പിന്നിൽ നെതന്യാഹു ആണ് എന്ന് പറയാം വേണമെങ്കിൽ. ബെഞ്ചമിൻ നെതന്യാഹു തന്നെയാണ് PLOയെ എതിർക്കാൻ വേണ്ടി ഹമാസിനെ വളർത്തിയെടുത്തത്. പക്ഷേ യഥാർത്ഥത്തിൽ ഫണ്ട് മൊത്തം കൊടുത്തത് ഇറാൻ്റെ ഫണ്ടാണ്. അതാണ് വെളുക്കാൻ തേക്കുന്നത് ചിലപ്പോൾ പാണ്ടാകും. ഞാൻ ചോദിക്കുന്നത്, ഇതൊക്കെ ഈ സംവിധാനത്തിന് പുറത്ത്, അതായത് ഈ ഇറാൻ്റെ ഒരു ഭരണ സംവിധാനത്തിന് പുറത്ത്, അതൊരു റിലീജിയസ് കോൺസ്റ്റിറ്റ്യൂഷനാണ് അതിനുള്ളത്, അതിന് പുറത്ത് നിന്നുകൊണ്ട് ചെയ്ത കാര്യങ്ങളാണ്. ഞാൻ ചോദിക്കുന്നത്, ഇത്തരമൊരു സാഹചര്യത്തെ തടുക്കാൻ, ഉത്തരവുകൾ നൽകാൻ ഇപ്പോൾ ആരാണ് ഉള്ളത്? ഈ പറഞ്ഞ സംഘടനാ സംവിധാനം ഈ ചിതറിപ്പോയെന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കാര്യം തലയില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ ആരാണിപ്പോൾ തീരുമാനങ്ങൾ എടുക്കുന്നത്? അങ്ങനെ സാധിക്കുമോ എന്നുള്ളതാണ് എൻ്റെ ഒരു ചോദ്യം. ഈ പാമ്പിനെ കൊല്ലുന്നത് പോലെ ലളിതമല്ല ഒരു ഡ്രാഗണെ കൊല്ലുന്നത്. ഡ്രാഗണിൻ്റെ തീതുപ്പുന്ന ഫയർ സ്പിറ്റിംഗ് ഡ്രാഗൺ വേണമെങ്കിൽ ഇറാനെ ആ രീതിയിലും ഉപയോഗിക്കാം. അവിടെ ആ തലയ്ക്ക് അടിയേറ്റ് കഴിഞ്ഞാൽ പിന്നീട് തല പൊക്കില്ല. പാമ്പ് അങ്ങനെയാണല്ലോ. വിവരമുള്ളവർ, പ്രായമുള്ളവർ പറയും, മോനെ പാമ്പിനെ കൊല്ലുന്നെങ്കിൽ വാലിലെങ്ങും അടിക്കരുത്, അത് തിരിഞ്ഞു നിന്ന് കുത്തും. തലയ്ക്ക് തന്നെ, പത്തിക്ക് തന്നെ അടിക്കണം. അത് ഒറ്റ അടിക്ക് പരമാവധി പ്രഹരശേഷി എടുത്തുകൊണ്ട് അടിക്കണം. അല്ലെങ്കിൽ രണ്ടാമത്തെ ഒരു അടി കൊണ്ട് തീരണം. അല്ലാതെ നടുപൊടിഞ്ഞാലും പാമ്പ് ചിലപ്പോൾ തിരിഞ്ഞു കുത്താൻ സാധ്യതയുണ്ട്. അവിടെയാണ് മർമ്മം കണ്ട് തന്നെയാണ് അമേരിക്കയും ഇറാനും ഇസ്രായേലും പ്രഹരിച്ചത്. പക്ഷേ അതുകൊണ്ടാണ് ഈ പ്രഹരം വരുമെന്നറിയാം. ഈ 47 വർഷം ഈ പ്രഹരം വരുമെന്നറിയാം. അതുകൊണ്ടാണ്
ഓൾട്ടർനേറ്റ് സംവിധാനം അദ്ദേഹം തന്നെ പിൻഗാമികളെ നിശ്ചയിച്ചിരുന്നു. അല്ലെങ്കിൽ 3 പേർ അവർ പ്രവർത്തിക്കുന്നുണ്ട് എന്ന് കരുതണം. അത് പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് ഭാഗികമായിട്ടെങ്കിലും പ്രഹരശേഷി കുറവാണ് ഇറാൻ്റെ മിസൈലുകൾക്ക്. പ്രഹരശേഷി കുറവാണ്, കൃത്യത കുറവാണ്. വാർഹെഡുകൾ, ന്യൂക്ലിയർ വാർഹെഡുകളാണെങ്കിൽ സ്ഥിതി മാറുമായിരുന്നു. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.